ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എന്റെ യേശു മധ്യാകാശേ വരുമ്പോൾ കാഹളധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ യേശു മധ്യാകാശേ വരുമ്പോൾ കാഹളധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ. സ്വർഗീയ ദർശനം ഞാൻ കണ്ടിടുമേ സ്വർഗീയനാഥന്റെ കൂടെ ഞാൻ വാഴുമേ സ്വർഗീയ ദർശനം ഞാൻ കണ്ടിടുമേ സ്വർഗീയനാഥന്റെ കൂടെ ഞാൻ വാഴുമേ സ്വർഗീയ മഹിമകൾ ഞാൻ വാഴ്ത്തിടുമേ സ്വർഗീയ പിതാവിന്റെ ഓമനയാൽ സ്വർഗീയ മഹിമകൾ ഞാൻ വാഴ്ത്തിടുമേ സ്വർഗീയ പിതാവിന്റെ ഓമനയാൽ എന്റെ യേശു മധ്യാകാശേ വരുമ്പോൾ കാഹളധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ. സ്വർഗീയവാസം എത്ര മനോഹരം ജീവനാഥനോടുള്ള ബന്ധം എത്ര ശ്രേഷ്ഠം സ്വർഗീയവാസം എത്ര മനോഹരം ജീവനാഥനോടുള്ള ബന്ധം എത്ര ശ്രേഷ്ഠം ആത്മീയ ജീവിതം ആനന്ദദായകം ആത്മനാഥനൊത്തുള്ള ജീവിതം ധന്യം ആത്മീയ ജീവിതം ആനന്ദദായകം ആത്മനാഥനൊത്തുള്ള ജീവിതം ധന്യം എന്റെ യേശു മധ്യാകാശേ വരുമ്പോൾ കാഹളധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ. സ്വർഗീയ വിശുദ്ധരെ ഞാൻ കണ്ടിടുമേ സ്നേഹവിരുന്നിൽ ഞാൻ ചേർന്നിടുമേ സ്വർഗീയ വിശുദ്ധരെ ഞാൻ കണ്ടിടുമേ സ്നേഹവിരുന്നിൽ ഞാൻ ചേർന്നിടുമേ സ്വർഗീയ ദൂതനെ സ്വീകരിച്ചിടുമേ സ്വർഗീയ നന്മയിൽ ഞാൻ ആനന്ദിച്ചിടും സ്വർഗീയ ദൂതനെ സ്വീകരിച്ചിടുമേ സ്വർഗീയ നന്മയിൽ ഞാൻ ആനന്ദിച്ചിടും എന്റെ യേശു മധ്യാകാശേ വരുമ്പോൾ കാഹളധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ യേശു മധ്യാകാശേ വരുമ്പോൾ കാഹളധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ എന്റെ പ്രിയന്റെ സ്വരം
യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇന്ത്യയിലെ പാർലമെൻ്റ് എന്നറിയപ്പെടുന്നത് പോലെ ബ്രിട്ടനിൽ ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറയും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും എലക്റ്റഡ് മെമ്പേഴ്സ് ആണെങ്കിലും ഈ ചെറുപ്പക്കാരൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ സീനിയേഴ്സായിട്ടുണ്ടായിരുന്ന എല്ലാവരും അവനെ ഇരുത്താൻ നോക്കി, പരിഹസിക്കാൻ നോക്കി, കളിയാക്കാൻ നോക്കി. ദൈവത്തിന് സ്തോത്രം. ഞാനിത് ചെറുപ്പക്കാർക്കും കൂടെ വേണ്ടി പറയുക, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും കൂടെ വേണ്ടി പറയുക. എല്ലാവരും കൂടെ അവനെ കളിയാക്കി ഇരുത്താൻ നോക്കി. അപ്പോൾ അവൻ പറഞ്ഞു, അവൻ തളർന്നില്ല. അവൻ പറഞ്ഞു, ഇന്ന് നിങ്ങളെല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നു. ഒരു ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ച് ചിരിക്കുമെന്ന്. ഒരു ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ച് ചിരിക്കുമെന്ന്. ആ മനുഷ്യൻ്റെ പേരാണ് വിൻസ്റ്റൺ ചർച്ചിൽ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചു. അവർ ഒരുമിച്ച് ചിരിച്ചു. ദൈവമക്കളെ, ഇന്ന് പരസ്പരം അറിയാത്തവരും പരിചയമില്ലാത്തവരും തമ്മിൽ വിധിക്കുന്നവരും കുറ്റം കണ്ടുപിടിക്കുന്നവരും എല്ലാമായി നമ്മളിരിക്കുന്നു. ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് ചിരിക്കും. ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് ചിരിക്കും. എൻ്റെ യേശു വരും. എൻ്റെ യേശു വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചിരിക്കും. ഈ പ്രത്യാശയോടെയാണ് നാം പാട്ട് കേൾക്കേണ്ടത്. ഈ പ്രത്യാശയോടെയാണ് നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഭാവി നമുക്കുണ്ട്. നമ്മൾ നിരൂപിക്കാത്ത ഒരു ഭാവി നമുക്കുണ്ട്. നമ്മൾ സ്വപ്നം കാണാത്ത ഒരു ഭാവി നമുക്കുണ്ട്. നമ്മൾ ചിന്തിക്കുകയോ നിരൂപിക്കുകയോ ചെയ്യാത്ത ഒരു ഭാവി നമുക്കുണ്ട്. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല, നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ആ ഭാവി നമുക്ക് തരുന്നത് മനുഷ്യരല്ല. അതുകൊണ്ടാണ് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കൂ, നമുക്കൊരു ഭാവിയുണ്ട്. നിങ്ങൾ ആരായിരുന്നാലും, നിങ്ങളുടെ ജാതി ഏതായിരുന്നാലും നിങ്ങൾക്കൊരു ഭാവിയുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ഭാവി നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ നല്ലവനായ യേശുവാണ് നമുക്ക് വേണ്ടി കാൽവരിയിൽ പെടഞ്ഞ് മരിച്ചത്. ദൈവമക്കളെ, ആ കാൽവരി ക്രൂശ് ഒരു മാഗ്നറ്റാണെന്ന് ഞാൻ പറയും. ഒരു മാഗ്നറ്റ്. ആ മാഗ്നറ്റിലേക്ക് ഇരുമ്പ് ആകർഷിക്കപ്പെടുന്നത് പോലെ, കാരിരുമ്പ് ആകർഷിക്കപ്പെടുന്നത് പോലെ നമ്മളെപ്പോലെയുള്ള, അല്ലെങ്കിൽ കഠിനഹൃദയരും മൃഗപ്രതികരും മൃഗീയ സ്വഭാവങ്ങളുള്ളവരും എല്ലാ തരത്തിലും ഒരു സാധ്യതയുമില്ലാത്ത ആളുകൾ കാൽവരി ക്രൂശിനാൽ ആകർഷിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നാം ഈ ഹോളിൽ കാണുന്നത്. ജാതി ഏത്, മതമേത്, സഭയേത്, പള്ളി ഏത്, ഇടവക ഏത്, സമ്പത്തേത്, സൗഭാഗ്യമേത്, അവൻ്റെ ജോലി ഏത്, അതിൻ്റെ വിദ്യാഭ്യാസമേത്, ഇതൊന്നും പരസ്പരം അറിയാതെ, പരസ്പരം അന്വേഷിക്കാതെ നമ്മൾ ഒറ്റയ്ക്കൊരു കാര്യം മാത്രം കണ്ടുകൊണ്ട് നമ്മളിവിടെ കൂടിയിരിക്കുന്നു. ഒറ്റയ്ക്കൊരാളെ മാത്രം നോക്കിക്കൊണ്ട് നമ്മളിവിടെ കൂടിയിരിക്കുന്നു. സത്യമതല്ലേ? നമ്മുടെ ജാതി ഏത്, മതമേത്, എൻ്റെ അടുത്തിരിക്കുന്നവൻ ഏത് ജാതിയിൽപ്പെട്ടവൻ, ഏത് ഇടവകയിൽപ്പെട്ടവൻ, ഏത് സഭയിൽപ്പെട്ടവൻ നമുക്കറിയാൻ മേല. അവൻ്റെ നിലവാരമെന്ത്, ഉന്നത ഉദ്യോഗസ്ഥനാണോ കൂലിപ്പണിക്കാരനാണോ നമുക്കറിയാൻ മേല. അവൻ രോഗിയാണോ, അവശനാണോ, ഡോക്ടറാണോ, അവരെ ഏത് പദവിയിലുള്ളവനാണ് നമുക്കറിയാൻ മേല. പക്ഷേ നമ്മളെല്ലാവരും ഒരേ ഒരാഗ്രഹത്തോടിരിക്കുന്നു. ഭാവി തരുന്ന ഒരു യേശു, കരുതുന്ന ഒരു യേശു, സംസാരിക്കുന്ന ഒരു യേശു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു കേൾക്കുന്ന ചെവി മാത്രമാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത്. നിങ്ങൾ ആ കേൾക്കുന്ന ചെവിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ,
ചെവി തുറന്ന് കേൾക്കാൻ എനിക്കൊരു ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്കൊരു ഭാവിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം 56-ാം അധ്യായം. വേദപുസ്തകമുള്ളവർ വേദപുസ്തകം എടുത്ത് വായിച്ച് നോക്കി പഠിക്കണം, എങ്കിലേ പഠിക്കാൻ പറ്റുകയുള്ളൂ. ഞാനൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല, ദൈവമക്കളെ സെമിനാരി പഠിച്ചിട്ടില്ല. ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച ഏലീശായെ പോലെയുള്ള ഒരു പരിചയമൊക്കെ മാത്രമേ എനിക്കുള്ളൂ. യെശയ്യാ പ്രവചനം 56-ാം അധ്യായം 3-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും വായിച്ചു നോക്കുക. യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തന്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തും എന്ന് പറയരുത്. ദൈവനുള്ള ദൈവത്തോട് അടുത്തു വന്ന ആരും പറയരുതാത്തൊരു കാര്യമാണ് ഓർപ്പിക്കുന്നത്. ദൈവം എന്നെ തൊടുവില്ല, ദൈവം എന്നെ കാണൂല്ല, ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടില്ല, ദൈവം എന്നെ സഹായിക്കില്ല, ദൈവം എന്നോട് കരുണ കാണിക്കില്ല എന്ന് പറയരുത്. ഷണ്ണനും ഞാനൊരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത്. ഷണ്ണൻ, നിങ്ങൾക്കറിയാം, ട്രാൻസ്ജെൻഡർ, എല്ലാ തരത്തിലും കുറവുകളുള്ളവൻ, കഴിവില്ലാത്തവൻ. ദൈവമക്കളെ, നാം പറയുന്ന പോലെ നപുംസകം എന്നെല്ലാം പറയും പണ്ട് കാലത്ത്. ഇപ്പോൾ നല്ല വാക്ക് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്, ട്രാൻസ്ജെൻഡർ എന്ന് പറയും. എല്ലാ തരത്തിലും കഴിവുള്ളവൻ. അവനും പറയരുത്. എന്താണ് പറയേണ്ടത് എന്താന്നുള്ളതല്ല അവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. പറയരുതാത്തത് എന്താണ് പറയരുതാത്തത്? ഞാനൊരു ഉണങ്ങിയ മരമാണ്, എന്നിൽ നിന്ന് നല്ലതൊന്നും വരില്ല, ഫലം ഉണ്ടാവില്ല, ഒലക്കയ്ക്ക് കൂമ്പ് വരില്ല എന്നെല്ലാം സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ അപ്പൻ പറഞ്ഞു മോനെക്കുറിച്ച്, എടാ ഒലക്കയ്ക്ക് കൂമ്പ് വരുമോ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒലക്കയ്ക്ക് കൂമ്പ് വന്നു കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം ഉണങ്ങിയതിനെ തളിർപ്പിക്കുന്നവനാണ്. ജീവനുള്ള ദൈവം ഉണങ്ങിയതിനെ തളിർപ്പിക്കുന്നവനാണ്. ജീവനുള്ള ദൈവം സാധ്യതയില്ലാത്തിടത്ത് സാധ്യത ഉണ്ടാക്കുന്നവനാണ്. അതുകൊണ്ട് ഷണ്ണനും ഞാനൊരു ഉണങ്ങിയ മരമാണെന്ന് പറയരുത്. 5-ാമത്തെ വാക്യം. യഹോവയായ ഞാൻ ഇപ്രകാരം പറയുന്നു, ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലകങ്ങളിലും പുത്രീപുത്രന്മാരെക്കാൾ വിശേഷമായ ഒരു ജ്ഞാപകവും നാമവും കൊടുക്കും. ദൈവമക്കളെ, ഇതുവരെ ദൈവമക്കളെന്ന് അറിയപ്പെട്ടവരും ദൈവമക്കളെന്നും പുത്രികൾ ദൈവത്തിൻ്റെ മകളും മകനെന്നുമെന്ന് അറിയപ്പെട്ടവരെക്കാൾ നല്ലതായ ഒരു പേരും അവകാശവും പദവിയും ഇതുവരെ ലഭിക്കാത്തവർക്ക് ദൈവം കൊടുക്കും. ഇതുവരെ പ്രസംഗിക്കാത്തവന് പ്രസംഗിക്കാനുള്ള കഴിവ് കിട്ടും. ഇതുവരെ പാടാത്തവന് പാടാനുള്ള കഴിവ് കിട്ടും. ഇതുവരെ ജയിക്കാത്തവന് ജയിക്കാനുള്ള കഴിവ് കിട്ടും. ഇതുവരെ ഞാനിവിടെ ദൈവവേദലെന്ന് പറയാത്തവന് ഇന്നു മുതൽ ഞാനിവിടെ ദൈവവേദലാണെന്ന് പറയാനുള്ളതായ ആത്മാവിൻ്റെ ശക്തി കിട്ടും. ഇതുവരെ ദൈവസാന്നിധ്യം അനുഭവിക്കാത്തവന് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. ഇതുവരെയും സൗഖ്യമാക്കാത്ത രോഗത്തിന് സൗഖ്യമായി എന്ന് യേശു എന്നെ തൊട്ടു എന്ന് പറയുവാനുള്ള ഭാഗ്യം കിട്ടും. ഇതുവരെയും അനാഥനായിരുന്ന ഞാൻ സനാഥനായി എന്ന് പറയാനുള്ളതായ ദൈവസ്നേഹത്തിൻ്റെ ആത്മപ്രവാഹം നിന്റെ നാവിലൂടെ വരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സഹോദര, നീ നിസ്സാരനാണ്, പക്ഷേ നിന്റെ മേൽ ആശ വച്ചിരിക്കുന്ന ദൈവം വലിയവനാണ്. നീ അല്പനാണ്, പക്ഷെ ദൈവം മഹാനാണ്. നീ അല്പനാണ്, നീ നിസ്സാരനാണ്, നീ ദരിദ്രനാണ്, എന്നാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവസ്നേഹം മഹിമയുള്ളതാണ്. അത് മഹത്വത്തിൻ്റെതാണ്, മഹത്വത്തിൻ്റെ ദൈവമാണ് നിന്റെ ഹൃദയത്തിലേക്ക് വരുന്നതെന്ന് മാത്രം നീ വിശ്വസിക്കുക, നീ മാത്രം ആശ്രയിക്കുക. ദൈവം വലിയവനാണെന്ന് മാത്രം സഹോദരങ്ങളെ നിങ്ങൾ നിർണ്ണയിക്കുക. നിങ്ങൾ ഉണങ്ങിയതാണെന്നോ നിങ്ങൾ ഇതുവരെ കഴിവില്ലാത്തവനെന്നോ നിങ്ങൾ പറയരുത്. നിങ്ങൾ എന്താണ് പറയേണ്ടത്? ദൈവം എന്നെ വലിയവനാക്കും, ദൈവം എന്നെ ഉയർത്തും, ദൈവം എന്നെ സഹായിക്കും, ദൈവം എന്നെ സൗഖ്യമാക്കും, ദൈവം എനിക്കൊരു കുഞ്ഞിനെ തരും, ദൈവം എനിക്കൊരു ഭാവി തരും, ദൈവം എനിക്ക് ദൈവരാജ്യം തരും, ദൈവം എൻ്റെ മേൽ ആത്മാവിനെ അയക്കും, ദൈവം എൻ്റെ പാപസ്വഭാവം മാറ്റിത്തരും. ഇതാണ് നിങ്ങൾ പറയേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവം വലിയവനാണ്, ദൈവം വലിയവനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു ഷണ്ണനോട് പറഞ്ഞു, ഏബേദ് മേലേക്കിനോട് പറഞ്ഞു. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായം 18-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് പ്രവാചകനെ സഹായിക്കാൻ വന്ന യെരമ്യാ പ്രവാചകനെ കുഴിയിലേക്ക് ഇറക്കിയപ്പോൾ അവനെ പിടിച്ച് കയറ്റാൻ വേണ്ടി രാജാവിൻ്റെ അടുക്കൽ പോയി പ്ലീഡ് ചെയ്ത ദൈവവേലക്കാരനായിരുന്ന ഷണ്ണനാണ് ഏബേദ് മേലേക്ക്. ആ ഷണ്ണനോട് ദൈവം എന്താണ് പറഞ്ഞത്? ഉണങ്ങിയ മരമെന്ന് കരുതിയവനല്ല,
അവൻ ഉത്സാഹത്തോടെ ദൈവവേലയ്ക്ക് സഹായിച്ചവനാണ്. ദൈവമക്കളെ, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളെന്ന് അന്വേഷിക്കുന്ന സത്യദൈവത്തെയാണ്, നിങ്ങൾ കാണാമെന്നിരിക്കുന്ന സത്യദൈവത്തെയാണ്, നിങ്ങൾ ഇന്ന് വിളിച്ചപേക്ഷിക്കുന്ന സത്യദൈവത്തെയാണ്. നിങ്ങൾ കേൾക്കുന്ന വചനം സത്യദൈവത്തിൻ്റെതാണ്, നിങ്ങൾ കേൾക്കുന്ന വചനം ജീവനുള്ള ദൈവത്തിൻ്റെതാണ്. ഈ ജീവനുള്ള ദൈവം നിന്നോട് ഇന്ന് പറയുന്ന ഒരു വാക്തത്വം നീ കേട്ടുകൊള്ളുക. പണ്ട് ദൈവം ഒരു ഷണ്ണനോട് പറഞ്ഞതാണ്, ഏബേദ് മേലേക്കിനോടാണ് പറഞ്ഞത്. 39-ാം അധ്യായം യെരമ്യാ 18-ാമത്തെ വാക്യം, ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ വിടുവിക്കും, നീ വാളാൽ വീഴുകയില്ല, നീ വിചാരിക്കുന്ന പോലെ നീ വാളാൽ പെട്ടെന്നൊന്നും വീണു പോവുകയില്ല, നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ നിന്റെ ജീവൻ ഒരു അനുഗ്രഹമായി തീരും. നീ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ, നീ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരുണങ്ങിയ മരത്തോടാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ സഹായിക്കും, നിന്റെ ജീവിതം ഒരു കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. പ്രിയ ദൈവവേദലേ, നീ നിരാശനാണോ? നീ പാപക്കുഴിയിലാണോ? നീ മദ്യപാനത്തിലാണോ? വേർപാടിൻ്റെ വേദനയിലാണോ? ഡൈവോഴ്സിൻ്റെ ഭീതിയിലാണോ? ജീവനുള്ള ദൈവം പറയുന്നു, നീ ഉണങ്ങിയ മരമെന്ന് കരുതണ്ട. ദൈവം നിന്നെ വിടുവിക്കുന്നവനാണ്, ദൈവം സഹായിക്കുന്നവനാണ്, ദൈവം തുണയ്ക്കുന്നവനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അബ്രഹാം പിതാവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അവൻ ക്രിസ്ത്യാനിയാണോ? അവൻ യഹൂദനാണോ? അവൻ ഏതെങ്കിലും പള്ളിയിൽ പോണവനാണോ? അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അവൻ ക്രിസ്ത്യാനിയാണോ, യഹൂദനാണോ, പള്ളിയിൽ പോണവനാണോ? ഇതൊന്നുമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. അവൻ വേദപുസ്തകം വായിച്ചിട്ടുള്ളവനാണോ? ഒന്നുമില്ല. പിന്നെ അവൻ ആരായിരുന്നു? കുറേ സ്വകാര്യ ദുഃഖങ്ങളുമായി, ചിന്താഭാരങ്ങളുമായി കരയുന്ന ഒരു മനുഷ്യൻ. അതിലുപരിയായി അവനെക്കുറിച്ചൊന്നും പറയാനില്ല. ജീവിതത്തിലെ സ്വകാര്യ ദുഃഖങ്ങളുമായി കരയുന്ന ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. എന്താണ് പ്രിയപ്പെട്ടവരെ, നമ്മളും അബ്രഹാമൊക്കെ തമ്മിലുള്ള വ്യത്യാസം തന്നെ നിങ്ങൾ ചിന്തിച്ചോ? ഇന്നലെ ദൈവം എന്നെ ചിന്തിപ്പിച്ചു. അത് ഞാനും അബ്രഹാമൊക്കെ തമ്മിൽ, നമ്മളും അബ്രഹാമൊക്കെ തമ്മിലുള്ള വ്യത്യാസം തന്നെ. നമ്മുടെയൊക്കെ ആത്മീയം പള്ളിമുറ്റത്ത് തുടങ്ങിയതാ. നമ്മുടെയൊക്കെ ആത്മീയം പള്ളിയെ ചുറ്റിപ്പറ്റിയൊക്കെ ഉള്ളതാ. നമ്മുടെയൊക്കെ ആത്മീയം പെരുന്നാളും പള്ളിയൊക്കെ ചുറ്റിപ്പറ്റിയുള്ള ആത്മീയമാണ് നമ്മുടെ ആത്മീയം. പക്ഷേ അബ്രഹാമിൻ്റെ ആത്മീയം തുടങ്ങിയത് പള്ളിമുറ്റത്തുമല്ല, പള്ളിയെ ചുറ്റിപ്പറ്റിയല്ല, ഒന്നുമല്ല. അവൻ ആത്മീയം തുടങ്ങിയത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തെ ചുറ്റിപ്പറ്റിയുള്ള ആത്മീയമാണ് അവനുള്ളത്. അതാണ് അവൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. നമ്മുടെ ആത്മീയം ദൈവമക്കളെ, ഈ ലോകത്തിലെ കുറേ ആത്മീയ പ്രസ്ഥാനങ്ങളോടും ആത്മീയ കാര്യാദികളോടും എല്ലാം ചുറ്റിപ്പറ്റിയുള്ളതായ കുറേ ആത്മീയമാണ് നമുക്കുള്ളത്. എന്നാൽ അബ്രഹാമിൻ്റെ ആത്മീയം അതൊന്നും ആയിരുന്നില്ല. അബ്രഹാമിൻ്റെ ആത്മീയം എന്നെ വിളിച്ച ഒരു ദൈവം, ആ ദൈവത്തെ ചുറ്റിപ്പറ്റിയുള്ള ആത്മീയമാണ് അവനുണ്ടായിരുന്നത്. രണ്ടാമത്, നമ്മൾ അബ്രഹാമും തമ്മിലുള്ള വ്യത്യാസം എന്നാ? ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥനാ പുസ്തകമുണ്ട്. നമുക്ക് പ്രാർത്ഥനാ പുസ്തകം നോക്കി പ്രാർത്ഥിക്കാൻ അറിയാം. അബ്രഹാമിന് പ്രാർത്ഥനാ പുസ്തകമൊന്നും ഉണ്ടായിരുന്നില്ല. അബ്രഹാമിന് കാണാതെ പറയാൻ അറിയാവുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നില്ല. എനിക്ക് നിങ്ങൾക്കും കാണാതെ പറയാൻ അറിയാവുന്ന എന്തുമാത്രം പ്രാർത്ഥനകൾ അറിയാം. അബ്രഹാമിന് പ്രാർത്ഥനാ പുസ്തകം പോലും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, മേടിക്കാൻ കിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ അബ്രഹാമിന് എന്തറിയാമായിരുന്നു? ഹൃദയം പകരാനറിയാമായിരുന്നു. അവൻ്റെ ഹൃദയവേദന, അവൻ്റെ ഹൃദയത്തിലെ തകർച്ച, അവൻ്റെ സങ്കടങ്ങൾ, അവൻ ഹൃദയവേദന അവന് പകരാനറിയാമായിരുന്നു. അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ്റെ ഹൃദയവേദന അവൻ പകർന്നുകൊണ്ടേയിരുന്നു. അബ്രഹാം കരഞ്ഞതായിട്ട് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നില്ല. തീർച്ചയായും ഹൃദയം കരഞ്ഞു കാണും, പുറമേ കരഞ്ഞു കാണിച്ചില്ല. അങ്ങനെയും അനേകരുണ്ട്, പുറമേ കരയാത്തവരനേകരുണ്ട്. പക്ഷേ ഹൃദയം കരഞ്ഞവർ ധാരാളമുണ്ട്. ദൈവമക്കളെ, എനിക്കൊന്നേ പറയാനുള്ളൂ, അബ്രഹാമിൻ്റെ ഹൃദയം ദൈവത്തോട് പകർന്നുകൊണ്ടിരുന്നു. അബ്രഹാം ദൈവത്തോട് ഹൃദയം പകർന്നുകൊണ്ടിരുന്നു. ദൈവമക്കളെ, നമ്മളും ഇതുവരെ ക്രിസ്ത്യാനികളാകാത്തവരും തമ്മിൽ എന്താ വ്യത്യാസം പ്രിയപ്പെട്ടവരെ? നമുക്ക് പ്രാർത്ഥനാ പുസ്തകം കണ്ടാൽ അറിയാം, നമുക്ക് പ്രാർത്ഥനാ പുസ്തകത്തിലെ പ്രാർത്ഥന അറിയാം.
എന്നാൽ ഈ ദൈവവചനം കേട്ടിട്ടുള്ള ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് ഒരു കാര്യം അറിയാം, ഇവിടെ വന്നിരുന്ന് ഹൃദയം പകരാനറിയാം. അവരുടെ ഹൃദയം വേദനയോടെ ഏൽപ്പിക്കാനറിയാം. അവർക്ക് നമ്മളെപ്പോലെ കാണാതെ പ്രാർത്ഥനയൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ വചനം കേൾക്കുന്നവരിൽ ദൈവമക്കളെ ഇങ്ങനെയുള്ള പാരമ്പര്യങ്ങളൊന്നുമില്ലാത്തവർക്ക് ഒരു കാര്യം അറിയാം, ഹൃദയം പകരാനറിയാം. ഞാൻ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ എന്താണ് ചെയ്യുക? 61 സങ്കീർത്തനം 1-2 വാക്യം. ഞാൻ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ എന്താണ് ചെയ്യുക? ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവർ ഹൃദയത്തിൻ്റെ തണുപ്പറിയുന്നു. ഇന്ന് പ്രാർത്ഥിക്കാൻ അറിയാവുന്ന, പാട്ടറിയാവുന്ന, വേദപുസ്തകം അറിയാവുന്ന, പള്ളി അറിയാവുന്ന, കമ്മിറ്റി എന്തെന്നറിയാവുന്ന, ട്രസ്റ്റി ആരെന്നറിയാവുന്ന, കുർബാന എന്തെന്നറിയാവുന്ന, കുർബാന ചെല്ലുന്ന, കുർബാന കൊള്ളുന്ന ക്രിസ്ത്യാനിക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ തണുപ്പറിയാൻ സാധിക്കുന്നില്ല. ഹൃദയത്തിലേക്ക് ദൈവം തൊടുന്നത് അവൻ അറിയാൻ പറ്റുന്നില്ല. കാരണം അവൻ പാരമ്പര്യത്തിൻ്റെ പച്ചവെള്ളം കുടിച്ച് കിടക്കുന്നവനാണ്. എന്നാൽ ഈ പാരമ്പര്യമൊന്നുമില്ലാത്ത, ഈ പാരമ്പര്യത്തിൻ്റെ പ്രാർത്ഥനയൊന്നും അറിയാൻ മേലാത്ത, ദൈവമക്കളെ ഒന്നും അറിയാൻ മേലാത്ത, എട്ടും പൊട്ടും അറിയാത്തവൻ, പള്ളി ഏതെന്നോ കമ്മിറ്റി എന്തെന്നോ ട്രസ്റ്റിയാരെന്നോ ഒന്നും അറിയാൻ മേലാത്തവൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ ഹൃദയത്തിൽ വരുന്ന തണുപ്പ് അവൻ അറിയുന്നു. ഹൃദയം തണുക്കുന്നത് അവൻ അറിയുന്നു. ദൈവത്തിൻ്റെ ഹൃദയം തണുക്കുന്നത് നീ അറിയുന്നുണ്ടോ? ജീവനുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തെ തുടരുന്നത് നീ അറിയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവം പറയുന്നു, അബ്രാഹാമിനെ ദൈവം പറഞ്ഞു, അത്രയേ ഉള്ളൂ മോനെ, നീ പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷേ നിനക്കൊരു ഭാവിയുണ്ട് കേട്ടോ, നിനക്കൊരു ഭാവിയുണ്ട്. അതാണ് അബ്രാഹാമിനോട് ദൈവം പറഞ്ഞത്, ഒരു ഭാവിയുണ്ട് നിനക്ക്. അബ്രാഹാം കണ്ടിട്ടില്ല, അബ്രാഹാം നിരൂപിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടുമില്ല, ഒരു പരിചയവുമില്ല. പക്ഷേ അബ്രാഹാം കാണാത്ത ഒരു ഭാവി അവന് വേണ്ടി ദൈവം കരുതി വെച്ചു. പ്രിയ ദൈവത്തിലെ, നിനക്കൊരു ഭാവിയുണ്ട് കേട്ടോ, നിനക്കൊരു ഭാവി കാലമുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നിനക്കൊരു ഭാവി കാലമുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് രൂത്തിലേക്ക് ഒന്ന് നോക്കാം. രൂത്തിൻ്റെ പുസ്തകം നമുക്കറിയാമല്ലോ. രൂത്ത് അന്യജാതിക്കാരിയായിരുന്നു. രൂത്ത് കരഞ്ഞതായിട്ട് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നില്ല. പക്ഷേ തീർച്ചയായും കരഞ്ഞു കാണും. കാരണം യൗവനത്തിലെ വിധവയായി. ദൈവമക്കളെ, കരയാതിരിക്കുമോ? ഏത് സ്ത്രീക്കാ കരയാതിരിക്കാൻ പറ്റുക? ആർക്കാ കരയാതിരിക്കാൻ പറ്റുക? അത്രയും ചെറുപ്പത്തിലെ വിധവയായാൽ, ഭർത്താവ് മരിച്ചാൽ, ഭാര്യ മരിച്ചാൽ ആർക്കാ കരയാതിരിക്കാൻ പറ്റുക? തീർച്ചയായും രൂത്ത് കരഞ്ഞു കാണും. അവൾ കരഞ്ഞതായി നാം വേദപുസ്തകത്തിൽ വായിക്കുന്നില്ല. അവൾ ഹൃദയം കരഞ്ഞിട്ടുണ്ട്. അവളുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ 2 ദൈവം ഉണ്ടായിരുന്നു. രൂത്തിൻ്റെ മുമ്പിൽ അവൾക്ക് 2 ദൈവത്തോട് വേണമെങ്കിൽ പ്രാർത്ഥിക്കാമായിരുന്നു. അവൾ ജനിച്ചു വളർന്ന്, അവൾ പിച്ചവെച്ച് നടന്ന് അവൻ്റെ അപ്പൻ്റെ വീട്ടിൽ അവൾക്കൊരു ദൈവമുണ്ടായിരുന്നു. ദൈവമക്കളെ, അത് ജീവനുള്ള ദൈവമായിരുന്നില്ല. നമുക്കറിയാമല്ലോ, അവൾ മോവാബി പെൺകുട്ടിയായിരുന്നു. അവളുടെ ബാല്യകാലത്ത് അവൾ കേട്ടുപഠിച്ച പ്രാർത്ഥനകളും അവൾ പ്രാർത്ഥിച്ചു പഠിച്ച ദൈവങ്ങളും അവൾക്കുണ്ടാവായിരുന്നു. അവൾക്ക് വേറൊരു ദൈവത്തെ പരിചയം കിട്ടി, അമ്മായിമ്മയുടെ ദൈവം. അത്രേ അവൾക്കറിയാവുള്ളൂ. അമ്മായിമ്മയുടെ ദൈവം, നവോമിയുടെ ദൈവം, അത് ജീവനുള്ള ദൈവമാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്, നമ്മളോട് ഇടപെടുന്ന ദൈവമാണ് ആ ജീവനുള്ള ദൈവം. അവളുടെ മുമ്പിൽ 2 ദൈവങ്ങളുണ്ടായിരുന്നു. ഒന്നുകിൽ അവളുടെ ബാല്യകാലത്ത് അവൾ കേട്ടുപഠിച്ച ഒരു ദൈവം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾ താമസിക്കുന്ന വീട്ടിൽ അവളുടെ എല്ലാം നഷ്ടപ്പെട്ട് ഭർത്താവിൻ്റെ അമ്മയായിരുന്ന ആ അമ്മ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തോട് അവൾ പ്രാർത്ഥിച്ചു കാണും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഇളമയിൽ പറയട്ടെ, ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരു തണുപ്പ് അവൾ അനുഭവിച്ചിട്ടുണ്ട്. ജീവനുള്ള ദൈവത്തോട് ആ അതിവേദനയുടെ നടുവിൽ പുറമേ കരയാതെ എന്നാൽ ഉള്ളം കരഞ്ഞുകൊണ്ട് ഹൃദയം ക്ഷീണിച്ച ആ വിധവയായ രൂത്ത് കണ്ണുനീരോടെ, ദൈവമേ, ഞാൻ ഏത് ദൈവത്തോട് പ്രാർത്ഥിക്കും? ഏത് ദൈവമാണ് സത്യദൈവം? ഏത് ദൈവമാണ് യഥാർത്ഥ ദൈവം? ഏത് ദൈവമാണ് എന്നെ സഹായിക്കുന്നത്? ഏത് ദൈവമാണ് എനിക്കൊരു ഭാവി തരുന്നത്? ഏത് ദൈവമാണ് ഇനി എൻ്റെ കാര്യം നോക്കുന്നത് എന്ന് കണ്ണുനീരോടെ ആ വിധവയായ ആ യുവതിയിരുന്ന് അവളുടെ ഇടുങ്ങിയ ആ കൊച്ചുമുറിയിലിരുന്നു കൊണ്ട് ഏത് ദൈവമാണ് എന്നെ സഹായിക്കാൻ വരുന്നതെന്ന് നിസ്സഹായതയോടെ കരഞ്ഞപ്പോൾ ജീവനുള്ള ദൈവം അവളുടെ ഹൃദയത്തിൽ ഒരു തണുപ്പ് കൊടുത്തു. ജീവനുള്ള ദൈവമുള്ള ഹൃദയത്തിൽ വന്ന് ഇടപെട്ടു. ജീവനുള്ള ദൈവമുള്ള ഹൃദയത്തിൽ
ഹൃദയത്തോട് സംസാരിച്ചു. ആ ജീവനുള്ള ദൈവം അവൾക്ക് ഒരു ഉറപ്പ് കൊടുത്തു. നിന്റെ അമ്മായിമ്മയുടെ ദൈവമാണ് നിന്റെ ദൈവം എന്നുള്ളതായി ഉറപ്പ് അവൾക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദൈവം ആരാണെന്ന് നിങ്ങൾ ഇന്ന് ഫിക്സ് ചെയ്യൂ. ആരാണ് നിങ്ങളുടെ ദൈവം? ഏത് ദൈവമാണ് നിങ്ങളുടെ ദൈവം? ആരാണ് നിങ്ങളുടെ ദൈവം? യേശുവാണോ നിങ്ങളുടെ ദൈവം? യേശുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അവൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമാണോ? യേശുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അവൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമാണോ? അവൻ്റെ ഉപദേശം നിങ്ങൾക്ക് ഇഷ്ടമാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, രൂത്ത് തീരുമാനിച്ചു. ഒന്നാമത് രൂത്ത് തീരുമാനിച്ചു, നിന്റെ ദൈവം എൻ്റെ ദൈവം. എന്താ എൻ്റെ കാരണം? എൻ്റെ ഹൃദയത്തിൽ തണുപ്പ് അനുഭവിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ തണുപ്പ് ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ഒരു നിമിഷം ഒന്ന് വിളിച്ചു നോക്കൂ. നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ദൈവം ഏതാണ്? വേദനയേറിയവരെ, സങ്കടമേറിയവരെ, കരഞ്ഞു കലങ്ങിയവരെ, ദുഃഖിതരെ, നിരാശരെ, തകർന്നവരെ, തരിപ്പണമായവരെ, കടബാധ്യതയിൽ വലയുന്നവരെ, രോഗത്തിൽ കലയുന്നവരെ, ഏത് ദൈവം നിങ്ങളെ സഹായിക്കാൻ വരുമെന്ന് നിങ്ങൾ വേദനയോടെ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നേരെ കൈനീട്ടുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വിരിച്ച ഒരു കരമുണ്ട്. ആണിയടിക്കപ്പെട്ട ഒരു കരമുണ്ട്. രക്തം ചിന്തിയ ഒരു കരമുണ്ട്. രക്തം ഒഴുകി വരുന്ന ഒരു കരമുണ്ട്. രക്തം ചിന്തുന്നതായ ഒരു തിരുമാറുണ്ട്. അവർ നിങ്ങൾ നോക്കി വിളിക്കൂ. ഏത് ദൈവം എന്നെ സഹായിക്കാൻ വരും? എന്നെ സഹായിക്കാൻ ഒരു ദൈവമേ വരികയുള്ളൂ എന്ന് എനിക്കറിയാം. എൻ്റെ പ്രാണപ്രിയനോ എൻ്റെ യേശു മാത്രം. അറിയുമെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഉറപ്പാക്കിക്കൊള്ളൂ. കർത്താവേ, എൻ്റെ ദൈവം ആരാണ്? എൻ്റെ ദൈവം യേശുവാണ്. എൻ്റെ ദൈവം കാൽവരി മരിച്ചവനാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി രക്തം ചിന്തിയവനാണ്. എനിക്ക് വേറൊരു ദൈവമില്ല. എനിക്ക് വേറൊരു ദൈവമില്ല. എനിക്ക് വേറൊരു ആശ്രയമില്ല. എനിക്ക് വേറൊരു സങ്കേതമില്ല. എനിക്ക് വേറൊരു തുണയില്ല. എനിക്ക് വേറെ ഹൃദയം പകരാൻ ആരുമില്ല. ഈ നല്ലവനായ ദൈവത്തോട് നിങ്ങൾ അടുത്തു വരണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവൻ്റെ സ്വഭാവം ഇഷ്ടപ്പെടണം. അവൻ്റെ സ്വഭാവം നിങ്ങൾ ഇഷ്ടപ്പെടണം. അവൻ ശകാരിച്ചാൽ പകരം ശകാരിക്കില്ല. അവൻ ഭീഷണി വാക്ക് പറയില്ല. ദൈവത്തിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ സ്വഭാവം ഭീഷണി പറയില്ല. ഞാൻ ഓർത്ത് വാക്കാറുണ്ട്, നമ്മളൊക്കെ എന്ത് ഭീഷണിയാണ് പറയണേ? നിന്നെ ശരിയാക്കും, മറ്റേതെന്ത്. യേശു ക്രിസ്തുവിന് വേണമെങ്കിലും എന്ത് ഭീഷണി വാക്കാ പറയാമായിരുന്നു. പറ്റില്ലാത്ത യേശു ഭീഷണിപ്പെടുത്തി നോക്കിയാൽ ആരാ ഭീഷണിപ്പെടാതിരിക്കുക? പിലാത്തോസ് ഭീഷണിപ്പെടില്ലേ? കയ്യാപ്പാസ് ഭീഷണിപ്പെടില്ലേ? ദൈവക്കളെ, പഴ പിടിക്കാൻ വന്ന പട്ടാളക്കാരനെ ഭീഷണിപ്പെടുത്താൻ യേശുവിന് വല്ല പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ അവനൊരു ഭീഷണി വാക്ക് പറഞ്ഞില്ല. ദൈവവേദലേ, നീ ഭീഷണി വാക്ക് പറയരുത്. ആരെയും പേടിപ്പിക്കാൻ നോക്കരുത്. ആരെയും നിന്റെ വികീർവാണം പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ നോക്കരുത്. നീ ശകാരത്തിന് പകരം നീ ശകാരിക്കരുത്. നീ സൗമ്യനാകൂ. ദൈവം നിന്നെ വഴി നടത്തും. മോശ സൗമ്യനായിരുന്ന കാലത്ത് മോശയെ ദൈവം വഴി നടത്തി. മോശയെ ഒന്ന് കോപിച്ചു, പിന്നെ ദൈവം വഴി നടത്തിയില്ല. മോശയെ ഒന്ന് കോപിച്ചു, പിന്നെ ദൈവം വഴി നടത്തിയില്ല. ദൈവം പറഞ്ഞു, തിരിച്ചു പോരെ, തിരിച്ചു പോരെ, നിന്റെ ശുശ്രൂഷ കഴിഞ്ഞു. ദൈവമക്കളെ, സൗമ്യനായിരുന്ന മോശ ഒന്ന് കോപിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇനി നിന്റെ ശുശ്രൂഷ കഴിഞ്ഞു, നീ തിരിച്ചു പോരെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉസിയ രാജാവ് ഒന്ന് കോപിച്ചു, കുഷ്ഠം പൊങ്ങി. ദൈവത്തിന് സ്തോത്രം. മരണം വരെ പ്രാർത്ഥിച്ചു, കുഷ്ഠരോഗം മാറിയില്ല. ദൈവമക്കളെ, പാപം ചെയ്യരുത് കേട്ടോ, പാപം ചെയ്യരുത് കേട്ടോ. ചിലപ്പോൾ ഒറ്റ കാര്യം മതി, ഒരു പാപം മതി ജീവിതകാലം മുഴുവൻ നിലവിളിക്കാൻ. ഒറ്റ കാര്യം മതി, ഒരു വാക്ക് മതി. അഹങ്കാരത്തിൻ്റെ ഒരു വാക്ക് മതി, തിന്മയുടെ ഒരു വാക്ക് മതി, ഒരഴുതാത്ത സ്പർശനം മതി, ഒരഴുതാത്ത പ്രവൃത്തി മതി, ഒരഴുതാത്ത ഒറ്റ കാര്യം മതി. ജീവിതകാലം മുഴുവൻ കരയേണ്ടി വരും കേട്ടോ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ജീവിതകാലം മുഴുവൻ കരയേണ്ടി വരും കേട്ടോ. ഒറ്റ കാര്യം മതി, ഒറ്റ വാക്ക് മതി. മോശ ഒന്നേ കോപിച്ചുള്ളൂ. അവിടെ ദൈവത്തിൻ്റെ നടത്തിപ്പ് അവിടെ തീർന്നു. ദൈവം പറഞ്ഞു, ഇനി തിരിച്ചു പോരെ. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ എൻ്റെ ജനത്തെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവവേദലേ, പാപം ചെയ്യരുത് കേട്ടോ. പാപം ചെയ്യരുത്. ഒരു വാക്കിൽ പോലും വരരുത് കേട്ടോ. ഒറ്റ വാക്ക് മതി, ഒറ്റ പ്രവൃത്തി മതി, ഒരു സ്പർശനം മതി, ഒരു ലംഘനം മതി. ദൈവമേ, ഒരു കാര്യത്തിൽ മതി, അതിൽ മതി. നിന്റെ ജീവിതകാലം മുഴുവൻ കരയേണ്ടതായ കാര്യങ്ങൾ വരും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ടാണ് പറഞ്ഞത്, നീ നിന്റെ മക്കൾ, ഞാൻ എൻ്റെ മക്കളെ തല്ലിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മക്കളെ തല്ലിയിട്ടുണ്ട്. നിങ്ങൾ തല്ലിക്കാണും, നിങ്ങളും തല്ലിക്കാണും. ഞാൻ എൻ്റെ മക്കളെ തല്ലിയത് മുഖം കാണാൻ കൊള്ളൂല എന്ന് പറഞ്ഞല്ല തല്ലിയത്. മുഖം കാണാൻ കൊള്ളൂല എന്ന് പറഞ്ഞല്ല തല്ലിയത്. നിങ്ങൾ മക്കളെ തല്ലിയത് നിന്റെ മുഖം കാണാൻ കൊള്ളൂല എന്ന് പറഞ്ഞാണോ തല്ലിയത്? അല്ല. നിങ്ങൾ തല്ലിയത് നിന്റെ ഹൃദയം ചീത്തയാ. നിന്റെ
ഹൃദയം ചീത്തയാ. നിന്റെ ഹൃദയത്തിൽ പാപമുള്ളത് കൊണ്ടാ തല്ലിയത്, മുഖം കാണാൻ കൊള്ളൂല എന്നിട്ടല്ല. ദൈവമക്കളെ, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. യെശയ്യാ 59 അധ്യായത്തിൻ്റെ 1 വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. ദൈവമക്കളെ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത്? എന്തുകൊണ്ടാണ് ദൈവം ഇടപെടാത്തത്? ദൈവം എന്തുകൊണ്ടാണ് സഹായിക്കാത്തത്? 59 അധ്യായം യെശയ്യാ അതിൻ്റെ 1 വാക്യം ഒന്ന് വായിച്ചു നോക്കാം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് കേൾക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ദൈവത്തിന് കാണാൻ കഴിയാഞ്ഞിട്ടല്ല, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ദൈവത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നിങ്ങളുടെ പാപങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. സഹോദര, നിന്റെ കോപ സ്വഭാവമാണ് അവിടെ നിൽക്കുന്നത്. നിന്റെ ഭീഷണി വാക്കാണ് അവിടെ നിൽക്കുന്നത്. നീ ഭാര്യയെ പോലും ഭീഷണിപ്പെടുത്തുന്നു. ആരെയെല്ലാമാണ് ഭീഷണിപ്പെടുത്തുന്നത്? ആരോടെല്ലാമാണ് ഇടപെടുന്നത്? എരിഹോ കോട്ട പണിതതാരാ? എരിഹോ കോട്ട പണിതതാരാ? ദൈവമക്കളെ, ആരാ പണിതെന്ന് എനിക്കറിയാൻ മേല. നിങ്ങൾക്കറിയാവോ? എരിഹോ കോട്ട ആരാ പണിതത്? എനിക്കറിയാൻ മേല, നിങ്ങൾക്കും അറിയാൻ മേല. ഏതോ ഒരു രാജാവ് ഏതോ കാലത്ത് എരിഹോ കോട്ട പണിതു. കാലം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? പിശാച് ആ എരിഹോ കോട്ട ആരോ പണിത എരിഹോ കോട്ട പിശാചിൻ്റെതായ വഴിയാക്കി എടുത്തു. ദൈവമക്കളെ തടയാൻ ആ എരിഹോ കോട്ട പിശാച് ഉപയോഗിച്ചു. പണിതത് ആരോ ആണ്, പണിതത് വേറെ ഏതോ കാര്യത്തിനാ. പക്ഷെ ഇപ്പോൾ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ദൈവമക്കളെ മുമ്പോട്ട് വിടൂല, നിന്നെ മുമ്പോട്ട് വിടൂല. ദൈവമക്കളെ, ആരോ പണിതത് ഇന്ന് തടസ്സപ്പെട്ടിരിക്കുന്നു. ദൈവമക്കളെ, ഇതല്ലേ ആത്മീയ പ്രസ്ഥാനങ്ങൾ, ആത്മീയ സഭകൾ, ആത്മീയ പ്രസ്ഥാനങ്ങൾ. ആരോ ഭക്തന്മാരായ പിതാക്കന്മാര്, ഭക്തന്മാരായ ആളുകൾ നല്ല കാര്യത്തിന് വേണ്ടി സ്ഥാപിച്ചു. പക്ഷേ പിശാചിൻ്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. സഹോദര, നിന്റെ ശരീരം ആരാ നിനക്കുണ്ടാക്കി തന്നത്? നിന്റെ ഈ മൺകൂടാരം ആരാ നിനക്കുണ്ടാക്കി തന്നത്? നിന്റെ നിറം ആരാ ഉണ്ടാക്കി തന്നത്? നിന്റെ മുഖശോഭ ആരാ ഉണ്ടാക്കി തന്നത്? നിന്റെ കഴിവ് ആരാ ഉണ്ടാക്കി തന്നത്? നിന്റെ ശരീരം ആരാ ഉണ്ടാക്കി തന്നത്? ജീവനുള്ള ദൈവം നിനക്ക് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കി തന്നതായ നിന്റെ ശരീരം ഇന്ന് പിശാച് ഉപയോഗിക്കുന്നു. ഇന്ന് പിശാച് പണിപ്പറയാൻ ഉപയോഗിക്കുന്നു. ഇന്ന് പിശാച് ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. ഇന്ന് പിശാച് മറ്റുള്ളവരെ വിധിക്കാൻ ഉപയോഗിക്കുന്നു. നിന്റെ നാവ് നിനക്കുണ്ടാക്കി തന്നത് ആരാണ്? അവനെതിരായി നിന്റെ നാവ് പ്രവർത്തിക്കുന്നു. സഹോദരങ്ങളെ, നമുക്ക് താഴാം, നമുക്ക് വിനയപ്പെടാം. അതുകൊണ്ടാണ് നിനക്ക് ശിക്ഷ വരുന്നത്. ഞാൻ എൻ്റെ മകനെ തല്ലിയിട്ടുണ്ട്, മകളെ തല്ലിയിട്ടുണ്ട്. നിനക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞല്ല, നിന്റെ ഹൃദയം ചീത്തയാ, തെറ്റുപറ്റിയെന്ന് പറഞ്ഞ. എൻ്റെ അപ്പൻ എന്നെ തല്ലിയിട്ടുണ്ട്. എനിക്ക് സൗന്ദര്യമില്ല എന്നും പറഞ്ഞല്ല എന്നെ തല്ലിയിട്ടുള്ളത്. എടാ, നീ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞാൽ തല്ലിയിട്ടുള്ളത്. ദൈവമക്കളെ, നമുക്ക് കണ്ണുകൾ അടച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ ബാലശിക്ഷ നമുക്ക് ഏറ്റുവാങ്ങാം. കർത്താവേ, എൻ്റെ ഹൃദയം ചീത്തയാ, അതുകൊണ്ടാണ് പല തടസ്സങ്ങളും വന്നത്, അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും വന്നത്, അതുകൊണ്ടാണ് പല രോഗങ്ങളും വന്നത്, അതുകൊണ്ടാണ് പല തളർച്ചകളും എനിക്ക് വന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് സമ്മതിക്കാം. ദൈവത്തോട് പരിഭവപ്പെടുകയല്ല വേണ്ടത്, നാം വിനയപ്പെടുകയാണ് വേണ്ടത്, നാം അംഗീകരിക്കുകയാണ് വേണ്ടത്. കർത്താവേ, താഴ്ചയ്ക്ക് കാര്യമുണ്ട്, തകർച്ചയ്ക്ക് കാര്യമുണ്ട്, രോഗത്തിന് കാര്യമുണ്ട്, കലഹത്തിന് കാര്യമുണ്ട്, എല്ലാ പ്രശ്നത്തിനും കാരണമുണ്ട്. അത് ഞാൻ തന്നെയാണ്. എൻ്റെ ഹൃദയമാണ് അതിൻ്റെ കാരണം, എൻ്റെ സ്വഭാവമാണ് അതിൻ്റെ കാരണം, എൻ്റെ വാക്കുകളാണ് അതിൻ്റെ കാരണം, എൻ്റെ സ്വപ്നങ്ങളാണ് അതിൻ്റെ കാരണം, എൻ്റെ സ്പർശനമാണ് അതിൻ്റെ കാരണം. കർത്താവേ, ഞാൻ തിരുത്തുകയാണ്. കർത്താവേ, ഞാൻ മാറ്റുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിലെ ഇന്ന് തിരുത്താൻ തയ്യാറാണോ? ഇന്ന് മാറ്റാൻ തയ്യാറാണോ? എങ്കിൽ ഇതാ കാൽവരിയിലേക്ക് നീ നോക്കൂ പ്രിയപ്പെട്ടവരെ. അവിടെയാണ് പരിഹാരം, അവിടെയാണ് രക്ഷ വഴി വരുന്നത്. ആ കാൽവരിയിലെ കുരിശിലേക്ക് ഇപ്പോൾ നീ തിരിഞ്ഞു നോക്കുക പ്രിയപ്പെട്ടവരെ. അവിടെ നിതാ സഹതാപത്തിന്റെ സ്നേഹത്തിന്റെ കാറ്റാണ് ഊതുന്നത്. ഒരു വാസരമുഷ സാഹിബ് പരനേശ്വരാജം പോലെ, ഒരാട്ടുംകുട്ടിയെ പോലെ പിലാത്തോസിന്റെ മുമ്പിൽ നിന്ന് യേശു നിന്റെ കണ്ണിൽ നിന്ന് മാറാതിരിക്കട്ടെ, നിന്റെ കണ്ണിൽ മുമ്പിൽ നിന്ന് ആ യേശു മാറാതിരിക്കട്ടെ. നിങ്ങൾ ഹൃദയമെടുത്ത് സ്വീകരിച്ചുള്ളൂ യേശുവെ. ഒരു വാസരമുഷ സാഹിബ്, നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കണ്ണിന് മുമ്പിൽ പിലാത്തോസിന് മുമ്പിൽ നിൽക്കുന്നവനായ യേശു, ഒരു കുഞ്ഞാടിനെ പോലെ നിൽക്കുന്ന യേശു. ദൈവത്തിലെ നീ ശാന്തനാകൂ. നിനക്കൊരു ഭാവിയുണ്ട്. അബ്രാഹാം കാണാത്തൊരു ഭാവിയുണ്ട്. രൂത്ത് കാണാത്തൊരു ഭാവി ഉണ്ടായിരുന്നു.
ദൈവമക്കളെ, രൂത്തിന് വേണമെങ്കിൽ അവളുടെ പെരയ്ക്കകത്ത്, അവളുടെ വീടിനകത്ത് എല്ലാം എനിക്ക് പ്രതികൂലം, എനിക്ക് അനുകൂലം ആരുമില്ല, അല്ലെങ്കിൽ അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോയിട്ട് ദൈവമക്കളെ കുറേ കുറേ സ്വഗതാപ വാക്കുകളോ, അവൾ എന്നെ എന്തിനാ അങ്ങോട്ട് കല്യാണം കഴിച്ചു വിട്ടതെന്ന് അവൾക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. പക്ഷേ ഇതൊന്നും അല്ല അവൾ ചെയ്തത്. അവൾ ദൈവത്തെ പിടിച്ചു. പ്രിയപ്പെട്ടവരെ, അവൾ ദൈവത്തെ പിടിച്ചു. ദൈവം വലിയവനാണെന്ന് ദൈവം രൂത്തിൻ്റെ ജീവിതത്തിൽ തെളിയിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ദൈവമക്കളെ, അബ്രഹാം വലിയവനാണെന്ന് അബ്രഹാം തെളിയിച്ചു കൊടുത്തു. ഹല്ലേലൂയ. വിശ്വാസിക്കുന്നവരെ, നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചുകൊള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിളിച്ചപേക്ഷിക്കാമെങ്കിൽ വിളിച്ചപേക്ഷിച്ചുകൊള്ളൂ. വിളിച്ചപേക്ഷിച്ചവർക്ക് ദൈവം തെളിയിച്ചു കൊടുത്തു. അബ്രഹാമേ, ഞാൻ വലിയവനാണ്, ഞാൻ മറക്കുന്നവനല്ല, ഞാൻ വലിയവനാണ്. രൂത്തിന് ദൈവം തെളിയിച്ചു കൊടുത്തു. രൂത്ത്, നീ വിധവയാണ്, സങ്കടപ്പെടുന്നവളാണെങ്കിൽ നിനക്കൊരു നല്ല കാലമുണ്ടെന്ന് ദൈവം തെളിയിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം നിങ്ങൾക്കും തെളിയിച്ചു തരട്ടെ, എനിക്കും തെളിയിച്ചു തരട്ടെ. അവൻ്റെ അടിമകളായി നമുക്ക് ജീവിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.